എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു ഹെൽത്തി ഒരു തോരനാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ തൊടിയിലുള്ള ഒരു ചേമ്പാണിത്. ഇത് സാധാരണ കണ്ടുവരുന്ന ടൈപ്പ് ചേമ്പല്ല. ഇതിൻ്റെ വിത്ത് എടുത്ത് നമ്മൾ പാചകം വെക്കാനൊന്നും ഉപയോഗിക്കാറില്ല. ഇതിൻ്റെ തണ്ടും അതിനോടുള്ള ഇലയും കൂടെ ചേർത്താണ് നമ്മൾ തോരൻ ഉപയോഗിക്കുന്നത്. അത് മാത്രമേ അതിൽ നിന്ന് നമ്മൾ എടുക്കാറുള്ളൂ. നമുക്കത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം. ഇതിൻ്റെ തണ്ടിലൊരു കറയുണ്ട്. അത് കറ പോകുന്നിടം വരെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. ആദ്യം തന്നെ അതിൻ്റെ ഇലയൊന്ന് നന്നായി കഴുകുന്നുണ്ട്. ഇല കഴുകി അതിൻ്റെ ആ തണ്ടയിലെ കറ പോകുന്നിടം വരെ ഒന്ന് നന്നായി ഒന്ന് കഴുകിയെടുക്കാം. കഴുകി വൃത്തിയാക്കി എടുക്കാം. അതിന് ശേഷം നമുക്കതിനെ ചെറിയ പീസുകളായിട്ട്, തീരെ കുഞ്ഞു പീസുകളായിട്ട് കൊത്തി അരിഞ്ഞ് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇലയും തണ്ടും കൂടെ. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള സവോളയാണ് ഇപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കൊരു അരപ്പ് തയ്യാറാക്കാൻ ഒരു മിക്സി ജാറിലേക്ക് ആവശ്യത്തിന് ജീരകം, ഒരു 5-6 ഉള്ളി കൊച്ചുള്ളി, പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള കാന്താരി മുളകാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതിനോടൊപ്പം വെളുത്തുള്ളി, നമുക്ക് ആവശ്യമുള്ള തേങ്ങ ചിരകിയത്, ഇതെല്ലാം കൂടെ ഒരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന്, അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി ഇടാൻ മറക്കല്ല് കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ മിക്സി ജാറിലിട്ടിട്ട് നന്നായി ഒന്ന് ഒതുക്കിയെടുക്കാം. ഒരുപാട് അരിഞ്ഞു പോകണ്ട, ഒതുക്കിയെടുക്കാം. ഈ ഒരു പരുവത്തിന് ഒതുക്കിയെടുക്കുക. ഇനി ഒരു പാൻ വെച്ച് എണ്ണ ചൂടായി അതിലേക്ക് നമ്മൾ കടുകിട്ട് പൊട്ടിക്കുന്നു. അതിനുശേഷം ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ അരിയാണ് നമ്മളിതിലേക്ക് ഇടുന്നത്. അരി പൊരിഞ്ഞു വരുമ്പോൾ നന്നായി ഒന്ന് പൊരിഞ്ഞു വരട്ടെ. നന്നായി ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇടുമ്പോൾ നന്നായിട്ട് തന്നെ അത് പൊരിഞ്ഞു വരും. അതാണ്, ആ ഒരു അരിയാണ് ഈ തോരൻ ഏറ്റവും രുചി കൂട്ടുന്നൊരു സംഗതി എന്ന് പറയുന്നത്. നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് മൂപ്പിക്കണം. ഒരുപാട് അങ്ങ് മൂത്ത് പോകണ്ട. ഒരു മീഡിയം സൈസിൽ അത് പൊരിഞ്ഞു വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. സവോള ഇട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് ഇളക്കാം. ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ്, ആ തേങ്ങയുടെ അരപ്പും കൂടെ ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് ഇളക്കാം. ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നു. ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടി അതുകൂടെ മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനിയും പച്ചമണം മാറുന്നിടം വരെ നമ്മൾ നന്നായി ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ തണ്ടും അതിനോടുള്ള ഇലയും കൂടെ ഈ അരപ്പിലേക്കിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം. ഫുള്ളായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് ഇളക്കി മൊത്തത്തിൽ അരപ്പും നമ്മുടെ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂട്ടും കൂടെ ചേർത്ത് ഇളക്കി ഒതുക്കാം. ഇപ്പം ഒരുപാടുള്ളതായിട്ട് നമുക്ക് തോന്നും. പെട്ടെന്നൊരു ആവി കയറിയാൽ മതി. ആവി കയറുമ്പോഴത്തേന് ഇതൊന്ന് അവിഞ്ഞ് വരും. നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് അടച്ച് വെക്കാം ഒരു 10 മിനിറ്റ്. അതിന് ശേഷം നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായി ഇളക്കി ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ ഒന്നുകൂടെ ഒന്ന് നോക്കാം. ഉപ്പില്ലെങ്കിൽ ഈ ഒരു സമയം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഹെൽത്തി തോരൻ റെഡി ആയിട്ടുണ്ട്.